പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായ ISIക്ക് വേണ്ടി വർഷങ്ങളോളം ചാരവൃത്തി നടത്തിയ നാവികസേന ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ന്യൂഡൽഹിയിലെ നാവികസേന ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥനായ വിശാൽ യാദവിനെയാണ് രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിനിടയിലും ഇയാൾ ചാരവൃത്തി നടത്തി എന്നാണ് ആരോപണം. നാവികസേനയും മറ്റു പ്രതിരോധ യൂണിറ്റുകളെയും കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ വിശാൽ യാദവ് പാകിസ്ഥാനിലെ ഒരു സ്ത്രീക്കാണ് കൈമാറിയത്. വിവരങ്ങൾക്ക് പകരമായി ഇയാൾ പണവും കൈപ്പറ്റി. മൊബൈൽ ഫോൺ പരിശോധനയിൽ ഈ വിവരങ്ങളെല്ലാം കണ്ടെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾ രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് എന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ വിഷ്ണുകാന്ത് ഗുപ്ത റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വനിതാ മാനേജറുമായാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിശാൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നത്. പ്രിയ ശർമ്മ എന്ന് സ്വയം വിളിക്കുന്ന ഈ സ്ത്രീ തന്ത്രപരമായ പ്രാധാന്യമുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് വിശാലിന് പണം നൽകിയിരുന്നത്. വിശാൽ യാദവ് ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമ ആയിരുന്നു എന്നും അദ്ദേഹത്തിന്റെ നഷ്ടം നികത്താൻ ഈ പണം ആവശ്യമായിരുന്നു എന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് അക്കൗണ്ട് വഴിയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിശാൽ യാദവ് പണം സ്വീകരിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജയ്പൂരിലെ സെൻട്രൽ ഇന്ററോഗേഷൻ സെന്ററിൽ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശാൽ യാദവിനെ സംയുക്തമായി ചോദ്യം ചെയ്യുകയാണ്. ഈ റാക്കറ്റിൽ മറ്റാരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നും എത്രത്തോളം വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് എന്നും കണ്ടെത്താനാണ് അന്വേഷണ ഏജൻസികളുടെ ശ്രമം. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെ പാക് ചാര സംഘടനയായ ISIയുടെ സ്ലീപ്പർ സംഘത്തെ പിടികൂടിയിരുന്നു. ഇവർക്ക് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്നും ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നു. 2 ISI ഏജന്റുമാരെ പിടികൂടിയതായി ദില്ലി പോലീസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANAയുടെ റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ടായിരുന്നു. പാലം, വ്യോമത്താവളം, സിജോ കോംപ്ലക്സ്, ആർമി കന്റോൺമെന്റ്, ഡൽഹി കന്റോൺമെന്റ് എന്നീ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത്. പുറമെ ശ്രദ്ധിക്കപ്പെടാത്ത വിധം തീവ്രവാദ സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് സ്ലീപ്പർ സെൽ അംഗങ്ങൾ. ഒറ്റനോട്ടത്തിൽ ഇവരുടെ പ്രവർത്തനം കണ്ടെത്താൻ പ്രയാസമാണ്. സമൂഹത്തിന്റെ ഉന്നത ശ്രേണികളിൽ പോലും ഇവർ പ്രവർത്തിക്കുന്നുണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പല രഹസ്യങ്ങളും ഇത്തരത്തിൽ കൈമാറ്റം ചെയ്ത നിരവധി ചാര പ്രവർത്തകരെ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇവരെല്ലാവരും നല്ല രീതിയിൽ രാജ്യത്തിന്റെ സുരക്ഷാ സേനകളുമായി ഒക്കെ ബന്ധപ്പെട്ട അത്തരത്തിൽ സുരക്ഷാ സേനാ വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്നവരായിരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം. ഇന്ത്യയിലെ ജയിലുകളിലെ ഭീകരർക്ക് വിവരങ്ങൾ കൈമാറാൻ പാകിസ്ഥാൻ ലഹരി അടിമകളെ ഉപയോഗിക്കുന്നതായി കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ 10ഓളം പാക് പൗരർ ഇന്ത്യയിലേക്ക് കടന്നതായാണ് വിവരം. ഇവരിൽ പലരും ജമ്മു, പഞ്ചാബ്, രാജസ്ഥാൻ ജയിലുകളിലാണ്. ജയിലിൽ കഴിയുന്ന ഭീകരരുമായി ആശയവിനിമയം നടത്താൻ ചുമതലപ്പെടുത്തിയവരാണ് ഇവർ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പാക് രഹസ്യാന്വേഷണ വിഭാഗമായ ISI ആണ് ഇവരെ നിയോഗിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 61(2) ക്രിമിനൽ ഗൂഢാലോചന, 147 ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുകയോ ശ്രമിക്കുകയോ ചെയ്യുക, 148 കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഗൂഢാലോചന, 1923 ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ സെക്ഷൻ 3(5) രഹസ്യ ഔദ്യോഗിക വിവരങ്ങളുടെ അനധികൃത ആശയവിനിമയം, 1967 UAP ആക്ടിലെ സെക്ഷൻ 18 ഭീകരപ്രവർത്തനങ്ങളിലോ അവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലോ ഉൾപ്പെട്ട വ്യക്തികൾ എന്നിവ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ NIA ഇപ്പോൾ അന്വേഷണം നടത്തിവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.